1 മണിക്കൂർ കൂടി ഞാൻ അവിടെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും റീത്ത് വെക്കാനൊരു അവസരമാണ്. മിലിറ്ററി വാഹനങ്ങൾ പരക്കം പായുന്നതും ഒരു ഭീകരാന്തരീക്ഷം. ഡ്രൈവർക്ക് മെസ്സേജ് കിട്ടി, എന്തോ പ്രശ്നമുണ്ട്, പെട്ടെന്ന് രക്ഷപ്പെട്ടു. തലനാരഴക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ ശരി. 100% രക്ഷപ്പെട്ട ഒരവസ്ഥ തന്നെയാണ്. തലനാരഴക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ ശരി. നമ്മൾ 18-ാം തീയതി ഫാമിലിയായിട്ട് കാശ്മീരിലേക്ക് പോയതാണ്. മുഴുവൻ സ്ഥലങ്ങളും ഭംഗിയായി ആസ്വദിച്ചു. അപ്പോഴൊക്കെ തോന്നി ഇത്രയും നല്ല സ്ഥലങ്ങൾ, സ്വർഗീയ സുന്ദര ഇത്രയും സ്ഥലങ്ങൾ ഇവിടെ ഇന്ത്യയിലുണ്ടോ എന്നുള്ളത് കാണേണ്ട അനുഭവം തന്നെ. അത്രയ്ക്ക് ടൂറിസ്റ്റുകൾ ഇടിച്ച് കയറ്റം തന്നെയാണ് ഈ അടുത്ത കാലത്തുണ്ടായത്. അങ്ങനെ ഇന്നലെയാണ് മടങ്ങേണ്ടത്. ഇന്നലെ മടങ്ങി ഇന്ന് പുലർച്ചക്കാണ് എത്തിയത്. മിനിയാന്ന് അവസാനത്തെ ഒരു കാഴ്ച എന്നുള്ള നിലക്ക് നമ്മൾ പെഹൽഗാമിൽ പോകാൻ തീരുമാനിച്ചു. പെഹൽഗാമിൽ ആദ്യം ശ്രീനഗറും എൻ്റെ ചുറ്റുവട്ടും ബാക്കിയുള്ള സ്ഥലങ്ങളും കുറേ കണ്ടതിന് ശേഷം പെഹൽഗാമിൽ ചൊവ്വാഴ്ച പോയി അവിടുത്തെ ഹോട്ടലിൽ താമസിച്ചു. രാവിലെ കുറച്ച് 1-2 സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം ഒരു 11:30 ആകുമ്പോഴേക്കും പെഹൽഗാമിൽ ഈ മുകളിലെ കുതിര സഫാരിയിൽ പുറത്ത് വേണം പോകാൻ. വളരെ ദുർഘടം പിടിച്ച യാത്രയാണ്. ദുർഘടം പിടിച്ച യാത്ര എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതീവ ദുർഘടം. കാരണം പാറക്കല്ലുകളെ ഇടയ്ക്ക് കൂടി ഈ ചളിയും മണ്ണും നിറഞ്ഞ പാറക്കല്ലുകൾക്കിടക്ക് മനുഷ്യർക്ക് നടക്കാൻ പറ്റില്ല. അതിനിടയിൽ കുതിരകൾക്ക് മാത്രമേ നടക്കാൻ പറ്റുന്ന രീതിയിൽ. പക്ഷെ ചില സ്ഥലത്തൂടെ ആൾക്കാർ നടന്നു പോകുന്നത് കണ്ട സമയത്ത് കുതിരക്കാരോട് ചോദിച്ചു, അതിലെ ആൾക്കാർ നടക്കുന്നത്. അന്നേരം പറഞ്ഞത് അത് നാട്ടുകാർ മാത്രമാണ്, ലോക്കൽസാണ്, മറ്റു ആൾക്കാർക്ക് പോകാൻ പറ്റില്ല. അത് ശരിയാണ്. സാധാരണ അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ല. അതുമാത്രമല്ല, ചെങ്കുത്തായ താഴ്വരയുടെ സൈഡിലേക്ക് കൂടി കുതിര പോകുന്ന സമയത്ത് ശരിക്ക് ഒരു ഉൾക്കിടിലത്തോടു കൂടിയാണ് നമ്മൾ കുതിരപ്പുറത്ത് ഇരുന്നത്. 1 മണിക്കൂർ 7 കിലോമീറ്റർ മുകളിലേക്ക് വേണം കയറിയിട്ട് ഈ സ്വർഗീയ സുന്ദര സ്ഥലത്തെത്താൻ. അതുവരെ ഈ കുതിരപ്പുറത്ത് അള്ളിപ്പിടിച്ചിരിക്കണം പേടിച്ചുകൊണ്ട്. ശരിക്കും ചുറ്റുവട്ടവും ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനെ ഈ ഇറങ്ങേണ്ട ആ സ്ഥലത്ത് കുതിരക്കാരന് ഇറങ്ങാൻ പറഞ്ഞു. പക്ഷേ ഇറങ്ങുന്നതിൻ്റെ ചുറ്റും മുഴുവൻ ചളിയാണ്. ചളിയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കുതിരച്ചാണകം അടങ്ങിയ വൃത്തികെട്ട ചളി. അതിൽ ഒരു കല്ല് ചെറിയൊരു കല്ലിൻ്റെ മുകളിൽ ചവിട്ടി സ്റ്റെപ്പ് കയറാനാണ് പറഞ്ഞത്. സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഈ സ്ഥലത്തെത്താൻ. ആ ചവിട്ടാൻ പോകുന്ന സമയത്ത് ഞാൻ ശരീരം ഇടത്ത ഭാഗത്തേക്ക് ചരിച്ചിട്ടതിന് ശേഷം ചവിട്ടാൻ പോകുന്ന സമയത്ത് കുതിര ഒന്ന് അനങ്ങിയ സമയത്ത് ചവിട്ടാൻ പറ്റാതെ നിലത്തേക്ക് വീണ സമയത്ത് ശരീരം മുഴുവൻ ഈ ടീഷർട്ടിൻ്റെ പുറത്തൊരു കോട്ടുണ്ടായിരുന്നു, ചൂട് ജാക്കറ്റ്, അത് മുഴുവൻ ചളി. പുറവും ചുമര് ഇടിച്ച് കഴുത്തിടിച്ചാന്ന് വീണെങ്കിലും മുഴുവൻ ദേഹം, പാൻറ്റും ഷൂവും എല്ലാം വൃത്തികേടായി ചളിയായി. ഈ ചളി ഇത് കണ്ട് ഉള്ളിലേക്ക് കയറി പോകുന്ന സമയത്ത് ടിക്കറ്റ് പോലും എടുക്കാൻ അതെ ഉള്ളിലേക്ക് കയറി. പക്ഷെ ഇവിടെ വെള്ളമില്ല, കഴുകാൻ വെള്ളമില്ലാത്ത ആ ഒരവസ്ഥയിൽ ഈ കുതിരക്കാരൻ പറഞ്ഞു കുറച്ച് ദൂരെ കുറച്ച് നടന്നു പോയി കഴിഞ്ഞാൽ അരുവിയുണ്ട്, വെള്ളമുണ്ട് പോയ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് വെള്ളമില്ല. പക്ഷെ കുറച്ചും കൂടെ നടന്ന സമയത്ത് ചുറ്റും കമ്പിവേലി കിട്ടിയ ഒരു സ്ഥലമുണ്ട്. കമ്പിവേലി ഇതിനപ്പുറം ഒരു അരുവി, നല്ല അരുവി. പക്ഷേ കമ്പിവേലിയുടെ അടിയിൽ നൂണ് പോകാൻ ഒരു ചെറിയ ഒരു വഴി മാത്രമാണ്. വളരെ മണങ്ങി വേണം പോകാൻ. അങ്ങനെ പോയി അരുവിയിലെത്തി ഡ്രസ്സ് മുഴുവൻ അഴിച്ച് ഷെഡിയിൽ മാത്രമായി കംപ്ലീറ്റ് വൃത്തിയാക്കി ജാക്കറ്റും ഷൂവും മാറ്റി ടീഷർട്ടും പാൻറ്റും മാത്രം ഇട്ടിട്ട് നനഞ്ഞ ഡ്രസ്സോടുകൂടിയാണ് ഒന്ന് ചായ കുടിച്ചു. ഭാര്യ സിപ്പ് ലൈനും മറ്റ് കയറാൻ ഫോട്ടോ എടുക്കാമെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ആകെ മൂഡ് ഔട്ടായി. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ നനഞ്ഞ ഡ്രസ്സ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ചായ കുടിച്ചിട്ട് മടങ്ങും ചെയ്ത്. ശരിക്കും 2-3 മണിക്കൂർ ചിലവഴിക്കേണ്ട സ്ഥലം അത്. പല സംഗതികളും ആസ്വദിക്കാൻ വേണ്ടിയുണ്ട്. അങ്ങനെ അതൊന്നും പറ്റാതെ നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മൾ താഴേക്ക് ഇറങ്ങി
ഈ ഇതേ സമയമാണ് 1 മണിക്കൂർ യാത്രയുണ്ട് കുതിരപ്പുറത്ത്. കുതിര താഴെ ഇറങ്ങി ഒന്ന് ഹോട്ടലിൽ കയറിയ സമയത്താണ് ഈ മിലിറ്ററി വാഹനങ്ങൾ പരക്കം പായുന്നതും ഒരു ഭീകരാന്തരീക്ഷം. നമ്മൾ മുഴുവൻ ഭക്ഷണം കഴിക്കാതെ തന്നെ ഡ്രൈവർക്ക് മെസ്സേജ് കിട്ടി എന്തോ പ്രശ്നമുണ്ട്, പെട്ടെന്ന് രക്ഷപ്പെട്ടോന്നില്ല. ഡ്രൈവർ നാസർ, സുബീർ എന്ന പേര്, കശ്മീർ. അതെ, ശ്രീനഗറിലാണ്. നല്ല നല്ല ഒരുത്തനാണ്. നന്നായി എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പറഞ്ഞു തരുന്നത്. ആ സുബീർ പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടുകൊണ്ട് നമുക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റിയെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നത്തിൽ എല്ലാവരും തടഞ്ഞു വെച്ചു. പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരും വിടുന്നില്ല, എല്ലാം ബ്ലോക്ക് ചെയ്ത ഒരവസ്ഥയാണ്. നമ്മൾ അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെട്ടു, ശ്രീനഗറിൽ വന്നു, ശ്രീനഗറിൽ താമസിച്ചു. അന്ന് രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് രണ്ടാളും. നമ്മളെക്കാളും ഏറ്റവും വലിയ സങ്കടം സ്ഥലം കാണാൻ പോയ ഇത്രയും ആൾക്കാരെ കുരുതി കൊടുക്കേണ്ടി വന്നല്ലോ എന്നുള്ളതാണ്. ശരിക്ക് കാശ്മീർ ഈ ഒരു കുറച്ച് വർഷങ്ങൾ, വളരെ കുറച്ച് വർഷങ്ങളായി ഭയങ്കരമായ ഒരു വളർച്ചയിലേക്ക് പോയിരുന്നു ഈ ടൂറിസം കൊണ്ട് മാത്രം. ഈ ഒരു വർഷം ഇടിച്ചു കയറുമെന്ന് ആൾക്കാർ. ഈ ഒരു വളർച്ചയെ തടസ്സമിടുക എന്നുള്ളതാണ് ഭീകരവാദികളുടെ ലക്ഷ്യം. ഇതിന് വേണ്ടുന്ന ഒരു പരിഹാരം ശരിക്കും കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റേതായ രീതിയിൽ ചെയ്യുന്നുണ്ട് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ എന്നാലും പോരാ, ജനങ്ങളും അതിൻ്റെ കാശ്മീർ ജനങ്ങൾ പ്രത്യേകിച്ച് അതിനുവേണ്ടി മുൻകൈ എടുക്കണം എന്നുള്ളതാണ്. അവസാനം ഒരു വീഡിയോ, ഇന്നലെ ഒരു വൈറലായ വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഈ എത്തിയ ടൂറിസ്റ്റുകളെ കാശ്മീർ ജനത യാത്ര അയക്കുന്ന ഒരു വൈകാരികമായ ഒരു വീഡിയോ, ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നൊക്കെ പറയുന്നത്. എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു ജനങ്ങളുടെ ഒരു അനുഭവം നിങ്ങൾക്ക്? ഇപ്പോഴും അവർ സ്വയം വളർച്ച, അവരുടെ സാധ്യതകൾ, അവരുടെ ആവശ്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി. അവർക്ക് വളരണമെങ്കിൽ വളരുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം ടൂറിസമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ബാങ്ക് ലോൺ കൂടുതൽ എടുക്കുന്നത് കാർ ലോണാണ്, കാറിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. അത്രക്ക് ടാക്സികളാണ് വളർന്നത്. ടാക്സി ഒരു പുറം സംസ്ഥാനങ്ങളിലെ ഒരു വാഹനങ്ങൾ പോലും നിങ്ങൾ അവിടുത്തെ റോഡിൽ കാണില്ല. അതിൽ നല്ലതുകൊണ്ട് മോശമുണ്ട്. ഇവിടുത്തെ വാഹനങ്ങളും കൂടെ പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം ബ്ലോക്ക് ആയിരിക്കും. പക്ഷെ അവർക്ക് ആ റോഡുകൾ കൃത്യമായി അറിയുന്നതുകൊണ്ടും അവർ സൗഹാർദ്ദപരമായി വണ്ടികൾ ഓടിക്കുന്നത് കൊണ്ടും അവിടെ ബ്ലോക്കുകളോ പ്രശ്നങ്ങളോ കുറവാണ്. ഇല്ല എന്നല്ല, ഇപ്പോൾ അത്രക്ക് ടാക്സി ഡ്രൈവർമാരും ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവരെ ഒരു വരുമാനം പെട്ടെന്നില്ല ഉയർച്ചയാണ്. ഈ ഒരു വരുമാനം, ആ ഒരു സാമ്പത്തിക വളർച്ചയും വേണമെങ്കിൽ ടൂറിസ്റ്റ് ആയിട്ടുണ്ടായാലും പറ്റും. അതുകൊണ്ട് അവരിപ്പോഴും ഈ ഭീകരവാദികൾക്കെതിരാണ് ആയി മാറിയിട്ടുണ്ട്. ഇന്നലെ 1-2 വരുന്ന വഴിക്ക് പ്രകടനങ്ങളും മറ്റ് ആൾക്കാരെ TV റിപ്പോർട്ടർമാരോടുള്ള സംസാരങ്ങളും മനസ്സിലായത് ആ നാട്ടുകാർ തന്നെ ഈ ഭീകരവാദികൾക്കെതിരെയുള്ള ഒരു ആഹ്വാനം തന്നെയാണ് കേട്ടത്. തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ, ഈ ടൂറിസത്തിൻ്റെ വളർച്ച ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കാശ്മീർ നമുക്ക് കിട്ടൂല എന്ന് പറയാം. കാശ്മീർ ജനങ്ങളില്ലെങ്കിൽ പിന്നെ കാശ്മീർ സ്ഥലം കിട്ടിയിട്ട് കാര്യമില്ല. ജനങ്ങളാണ് ശരിക്കും വേണ്ടത്. ജനങ്ങളെ അവർ തോന്നലും ആറ്റിറ്റ്യൂഡുമാണ് നമുക്ക് വേണ്ടത്. അത് വേണമെങ്കിൽ അവർക്ക് നേട്ടമുണ്ടാവണം. അവർക്ക് നേട്ടമുണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളോട് കൂടെ നിൽക്കൂ. അവർക്ക് നേട്ടമുണ്ടാവണമെങ്കിൽ ടൂറിസ്റ്റുകൾ പോകണം, അവർക്ക് വരുമാനം ഉണ്ടാവണം, അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാവണം. ഇപ്പം നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 370 എടുത്തു കളഞ്ഞു. അതിൻ്റെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഇവിടെയുള്ളവർക്ക് അവിടെ സ്ഥലം എടുക്കുക എന്നുള്ള ഒരു പോസിറ്റീവായ ഒരു മാറ്റം ഉണ്ടായിരുന്നു. അതുമൂലം കുറേ ആൾക്കാർ, മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാർ ഇവിടെ സ്ഥലങ്ങൾ എടുക്കാനും ഈ ടൂറിസം വളരാനും സാധിച്ചു. അങ്ങനെ കാശ്മീർ ജനതയെ വ്രണപ്പെടുത്താത്ത രീതിയിൽ അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി അവരെ മാനസികമായി ഈ ഇന്ത്യയിലേക്ക് അടുപ്പിച്ചാലും എന്നാൽ മാത്രം ജനതയെ കൊണ്ടുവരിക, കാശ്മീരെ ജനതയെ മാനസികമായി കൊണ്ടുവന്ന തീർച്ചയായിട്ടും ആ ഒരു സ്വർഗീയ നാട് കാശ്മീർ അത്രക്ക് ഭംഗിയുള്ള നാടാണ്.
അത്രക്ക് സുഖസുന്ദരം. സ്വിറ്റ്സർലാൻഡിലേക്ക് ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ട് പോകുന്നത് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടെന്നില്ല. പോണം കാശ്മീരിൽ തീർച്ചയായിട്ടും ഒരു വലിയൊരു അനുഭവം തന്നെയാണ്. 100% പറയാം, കുതിരപ്പുറത്ത് വീടില്ലെങ്കിൽ പലർക്കും റീത്ത് വെക്കാനൊരു അവസരമാകുമായിരുന്നു. തിരിച്ചു വരലുണ്ടാവില്ല. ചിലവർ പറയുന്നുണ്ട്, ഇത് കേട്ട് 100ഓളം ഫോൺ കോളുകൾ വന്നതിൽ പലരും പറയുന്നുണ്ട് ദൈവമാണ് കുതിരപ്പുറത്ത് തള്ളിയിട്ട് എന്നെല്ലാം പറയുന്നത് തമാശക്കാണെങ്കിൽ പോലും. പക്ഷെ അത് ഇപ്പോൾ വിശ്വസിക്കേണ്ട ഒരവസ്ഥയാണ്. സാധാരണ ഒരു 3 മണിക്കൂർ യാത്രയിൽ 1 മണിക്കൂർ കൂടി ഞാൻ അവിടെ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വെടിവെപ്പിൽ ആ സ്ഥലത്ത് തന്നെ എടുത്ത ഫോട്ടോകൾ 1-2 ഉണ്ട്. ഫോട്ടോകളും കൂടുതൽ എടുത്തില്ല എന്നില്ല, ആ ഒരു മാനസികമായ ഒരു തളർച്ച വന്നു.